ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രശസ്ത നടിയായിട്ടുള്ള അല്ലെങ്കിൽ മലയാളത്തിലെ പ്രമുഖ നടിയായിട്ടുള്ള മഞ്ജു വാര്യർക്കെതിരെ ഒരു കേസ് വക്കീൽ നോട്ടീസ് വന്നിരിക്കുകയാണ് കേസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അത് ആരയച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അതായത് ശീതൾ തമ്പി എന്ന് പറഞ്ഞൊരു നടിയാണ്. ഇനി ഈ നടി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ജു വാര്യരുടെ പുതിയ റിലീസായിട്ടുള്ള സിനിമയായിട്ടുള്ള ഫൂട്ടേജ്, ആ സിനിമയിലെ ഒരു പ്രമുഖ കഥാപാത്രത്തെ ഒരു മെഡിക്കൽ ഓഫീസറുടെ റോള് ചെയ്യുന്ന വ്യക്തിയാണ് ശീതൾ തമ്പി. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഒരു സിനിമയുടെ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു വർഷത്തിൽ അധികം ഇപ്പം പ്രൊമോഷൻ കാര്യമായിട്ട് 3 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ വന്നിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഇവർ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശീതൾ തമ്പി എന്ന് പറയുന്നത്. ഇവർക്ക് വേറെ ഒരു ജോലി ഉണ്ടായിരുന്നതാണ്. അപ്പം ഇതിനകത്ത് ഈ ഷൂട്ടിങ്ങിനിടയ്ക്ക് വെച്ചിട്ട് വേറെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. അപ്പം ആ സമയത്ത് കാടിനുള്ളിലൊക്കെ ആയിരുന്നു, ചീമീനി എന്ന് പറയുന്ന അവിടുത്തെ ആ കാടിലൊക്കെ ആയിരുന്നു ഈ ഒരു ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് സീൻസൊക്കെ ഉണ്ടായിരുന്നു, ഫൈറ്റിംഗ് സീൻസൊക്കെ. അപ്പോൾ അത് അഭിനയിക്കുന്നതിനിടയ്ക്ക് വെച്ചിട്ട് ഇവർക്ക് പരിക്കേറ്റതാണ്. ആ പരിക്കേറ്റ് കാല് ഫ്രാക്ചർ ആകുന്നു. അതിനുശേഷം ഇവർക്ക് ഈ പറയുന്ന കണക്ക് ഒരു വർഷത്തേക്ക് കാല് വയ്യാതെ അല്ലെങ്കിൽ അതിൻ്റെ സർജറി ബാക്കി കാര്യങ്ങളുമായിട്ട്, അപ്പം അതിൻ്റെ സർജറി ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസയൊക്കെ ഈ പറയുന്ന പ്രൊഡക്ഷൻ ടീം കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ആ ഒരു കാര്യം നേരെ പോയത് കൊണ്ട് തന്നെയാണല്ലോ ഇവർ ഈ പ്രൊമോഷന് വന്നിരുന്ന് മഞ്ജു വാര്യർ നല്ലതാണ് അല്ലെങ്കിൽ ചേച്ചി നല്ല കാര്യങ്ങളാണ് ചെയ്തത്, ചേച്ചി പൊക്കിയടിച്ച് ആ വീഡിയോസൊക്കെ അവൈലബിൾ ആണ് അപ്പം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ പറയുന്ന ടീം വന്നിട്ട് തന്നെ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു സിനിമ റിലീസാവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നെഗറ്റീവോ അല്ലെങ്കിൽ ഭയങ്കര വിവാദമാക്കിക്കൊണ്ടുള്ള പ്രൊമോഷൻ നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാണോ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് മീഡിയ ആയാലും ആൾക്കാരായാലും ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ടീം തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞു അതല്ല, കാരണം ഇത്രയും ചീപ്പായിട്ടുള്ളൊരു പ്രൊമോഷൻ നടത്തേണ്ട കാര്യമില്ല. കാരണം അവർ ചോദിക്കുന്നത് 5,75,00,000 രൂപ പ്രൊഡ്യൂസർ കൂടിയായ മഞ്ജു വാര്യർ കൊടുക്കണം എന്നുള്ള തരത്തിലാണ് ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് കാല് വയ്യാതെ കിടന്ന് ഇത്രയും നാളത്തെ അവരുടെ ചിലവുകൾ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി അങ്ങോട്ട് ജോലി ചെയ്യാൻ പാടായിട്ടുള്ള കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ ഏറ്റവും ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ റിലീസിൻ്റെ ടൈമിൽ തന്നെ ഇങ്ങനൊരു സംഭവമായിട്ട് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിവാദം ഉണ്ടാക്കിയെടുക്കുന്നത് ഇത്രയും ഒരു വർഷത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ഇവർക്കിത് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് ചോദിക്കുമായിരുന്നു. അപ്പം ഇതിൽ എന്തൊക്കെയോ ഒരു കള്ളത്തരം ഇല്ലേ എന്നുള്ളത് ചിന്തിക്കുന്ന സമയത്താണ് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം അവരുടെ വക്കീൽ ആരാണെന്നുള്ളത്. രഞ്ജിത്ത് മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ശീതൾ തമ്പി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വക്കീൽ എന്ന് പറയുന്നത്. ഇനി രഞ്ജിത്ത് മാരാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സേട്ടൻ്റെ ആളാണെന്നുള്ളത് ഏത് കുഞ്ഞു കുട്ടിക്കും അറിയാതെ, കാരണം വാർത്തകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാവാത്ത ആ സേട്ടൻ ആരെന്ന് മനസ്സിലാവാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സേട്ടന് അനുകൂലമായിട്ട് ഈ പറയുന്ന വക്കീൽ അല്ലെങ്കിൽ കോടതിയിൽ വന്നിട്ടുള്ള വക്കീലാണ് നമ്മുടെ രഞ്ജിത്ത് മാരാർ എന്ന് പറയുന്ന അത്രയും പ്രഗത്ഭനായിട്ടുള്ള ഭയങ്കര സംഭവമായിട്ടുള്ള ആ ഒരു വക്കീലെന്ന് പറയുന്നത്. സോ സിമ്പിൾ അല്ലേ, നമുക്ക് കാര്യം കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എന്തുവാണ് ഇവിടെ നടക്കുന്ന കളികളെന്ന് പറയുന്നത്. കാരണം ഈ സിനിമ കൂടുതലായിട്ട് ജയിക്കാൻ പാടില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പാടില്ല, ഇതിന് ഭയങ്കര ഒരു സംഭവം കിട്ടാൻ പാടില്ല. കാരണം അഡ്വഞ്ചർ ടൈപ്പ് ഒരു പ്രത്യേക ടൈപ്പിലുള്ളൊരു സിനിമ, കാരണം സേട്ടൻ്റെ സിനിമകളെല്ലാം പൊട്ടുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെച്ചിട്ടുള്ള നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണെന്ന് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും വേട്ടയാടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഇവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വൃത്തിയിട്ടതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മഞ്ജു വാര്യരെ കുറിച്ചുള്ള. പക്ഷേ അവരൊന്നിനും തിരിച്ച് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല, പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ ഇവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് വന്ന സമയത്ത് അവർ കൃത്യമായിട്ട് അവരുടെ ഈ പറയുന്ന നിലപാടുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കറിയാവുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് നല്ല ആൾക്കാർ ചീത്തയാവുന്നത്, ചീത്ത ആൾക്കാർ നല്ലതാവുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കള്ളക്കളി എന്ന് പറയുന്നത് ഏത് കുഞ്ഞു കുട്ടിക്കും, അതായത് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ പറഞ്ഞ സിനിമ റിലീസിൻ്റെ തൊട്ട് തലേന്ന് വരെയുള്ള ചാറ്റുകളടക്കം അവരുടെ കയ്യിലുണ്ട്. മഞ്ജു വാര്യർക്ക് ഈ പറയുന്ന ശീതൾ തമ്പി അയച്ചുള്ള ഒന്നിച്ച് സിനിമ കാണാം അല്ലെങ്കിൽ എല്ലാം നല്ല രീതിക്ക് കോപ്പറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളതെല്ലാം ഏത് സ്വബോധമുള്ള വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ തൊട്ടടുത്ത നിമിഷത്തിൽ ഇങ്ങനൊരു കാര്യമായിട്ട് മുന്നോട്ട് അവർ വരണമെങ്കിൽ, ഇത് ഇത്രയും ഭയങ്കര വിവാദമാക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ പിന്നിൽ തക്കതായിട്ടുള്ള ചില കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ കള്ളക്കളികൾ നടന്നിട്ടുള്ളതെന്നുള്ള കാര്യം ശക്തമായിട്ട് നമുക്ക് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇത് ആ സിനിമ പൊട്ടിക്കാനുള്ളത് അല്ലെങ്കിൽ ആ സ്ത്രീയെ വീണ്ടും വീണ്ടും വേട്ടയാടാൻ വേണ്ടിയിട്ട് ഉള്ള ഏതോ ഒരു ഗൂഢശക്തിയുടെ തന്ത്രത്തിൻ്റെ ഫലമായിട്ട് ശീതൾ തമ്പി അതിൽ പെടുത്തിയതോ ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത്രയും നേരം ഒട്ടിച്ചേർന്ന് ചക്കരക്കുടത്തിൽ മറ്റേ ഈ പറയുന്ന തേനകത്ത് ഒട്ടുന്ന തേനീച്ച എന്നൊക്കെ പറയത്തില്ല, അതുപോലെ നടന്നിട്ട് പെട്ടെന്ന് ഒറ്റ സെക്കൻഡിൽ അവരെ കർണത്തടിച്ച പോലത്തെ ഒരു പരിപാടി ആ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിൽ ആ സിനിമയുടെ. കാരണം ഇങ്ങനൊരു റോളൊക്കെ ഒരു സിനിമയിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് ഓരോ ആൾക്കാരും നമുക്കറിയാം ഇത്രയും ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ലൈംഗികപരമായിട്ടുള്ള ചൂഷണം, അതിക്രമങ്ങൾ, പൈസ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതിനിടയിൽ ശക്തമായിട്ടൊരു റോള് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ റോള് കിട്ടിയിട്ടും അതിന് ഒരു വിലയില്ല.
വിലയില്ലാതെ. അപ്പോൾ അഭിനയത്തെ വെറും ഒരു എന്തൊക്കെയോ പേക്കൂത്തായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു വേഷം കിട്ടിയ വ്യക്തി ഇത്തരത്തിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനി ഇതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ ഇതൊരുമാതിരി കൂടെ നിന്നിട്ട് പിറകെ നിന്ന് കുത്തുന്ന ഏർപ്പാട് തന്നെയാണ്. കാരണം ഇവർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് മുന്നേ ഇത് പറയണമായിരുന്നു. ഈ ഒരു സിനിമ റിലീസിൻ്റെ ടൈമിനോടനുബന്ധിച്ചല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ സത്യാവസ്ഥ എന്തെന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പം ഈ സിനിമ പൊട്ടുക അല്ലെങ്കിൽ പൊട്ടിപ്പിക്കുക, ആരെയോ ഗൂഢശക്തികളുടെ, പിന്നെ നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് PR വർക്കുകൾ നല്ല രീതിക്ക് നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു വ്യക്തിയെ ചെളിവാരി തേക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ നല്ല പോലെ നടക്കുന്നുണ്ട്. കാരണം ഈ ഒരു സിനിമയുടെ റിലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് 5,75,00,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ആ സിനിമയിൽ നല്ലൊരു റോള് കിട്ടിയ ആ ഒരു വ്യക്തി ഇത്രയും കാലൊടിഞ്ഞത് കൊണ്ട് ഇത്രയും പറയുന്ന എനിക്ക് പൈസ വേണം, അല്ലെങ്കിൽ ഇത്രയും സമയം എനിക്ക് ഇത്രയും പൈസ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇനിയുള്ള സമയങ്ങളിൽ എനിക്ക് ജീവിക്കാനുള്ളത് കൂടി എന്നൊക്കെ ആവശ്യപ്പെടുന്ന ശീതൾ തമ്പിക്ക് ഇനിയും നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.